ഹല്ലേലൂയ. ഹല്ലേലൂയ. Amen. രാവിലെ വളരെ പ്രാർത്ഥനയോടെ ദൈവവചനം നമ്മെ അനുഗ്രഹിക്കേണ്ടതിനുള്ള ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Let us be in the presence of the Lord with the prayer and much preparation this morning so God will speak to us. നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ഇന്ന് രാവിലെ നമ്മോട് സംസാരിക്കുക തന്നെ ചെയ്യും. If our hearts are prepared to receive from God, then God will surely speak to you this morning. So പ്രസംഗത്തിൽ മാത്രമല്ല അത് കേൾവിയിലും അതിലെ വളരെ പ്രാധാന്യമുണ്ട്. And not only in hearing the word of God but also listening intently to the word. നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ നല്ല നിലത്ത് വീണ വിത്ത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. We commonly say that the seed that fell on the good soil. ഇന്ന് വിതയ്ക്കപ്പെടുന്ന വിത്ത് നല്ല നിലത്ത് വീഴുവാൻ ഇടയാകണം. I pray that the seed that is sown today will fall on good ground. പാറസ്ഥലമായിട്ട് വഴിയരികായിട്ട് മുള്ളും പറക്കാരെയും ഒക്കെ ഉള്ള സ്ഥലമായിട്ട് നമ്മുടെ ഹൃദയങ്ങളായിരിക്കരുത്. Let not our hearts be like the thorns or be the rocky ground or by the wayside. സമയം നമ്മുടെ മുമ്പിൽ കുറവായതുകൊണ്ട് ഞാൻ വേദഭാഗത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. Because of the lack of time, we're going to go into the word of God. ഗലാത്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചത്. We have read the text for today's message from last week, Galatians chapter 6 verses 1 through 5. ഞാനത് നിങ്ങളോട് പറഞ്ഞതുപോലെ മൂന്നായിട്ട് നമ്മൾ അതിനെ വിഭജിക്കുകയാണ്. And we are dividing that into 3 as we talked about last week. അതിന്റെ 1-ാം ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു. And we talked about the first part of that. ഇന്ന് നമ്മൾ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു പോകും. We are coming today to the second part of that message. എങ്കിലും ആ പാസേജ് ഒന്നുകൂടെ വായിക്കട്ടെ. So let us read that passage one more time. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയോടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവീൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുവീൻ. താൻ അല്പനായിരിക്കെ മഹാനെന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. 5-ാം വാക്യം, ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. Brothers, if someone is caught in sin, you who are spiritual should restore him gently. But watch yourself, or you also may be tempted. Carry each other's burdens, and in this way you will fulfill the law of Christ. If anyone thinks he is something when he is nothing, he deceives himself. Each one should test his own actions, then he can take pride in himself without comparing himself to somebody else, for each one should carry his own load. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ അതിൻ്റെ ആദ്യ ഭാഗം അന്യോന്യം ഭാരങ്ങളെ ചുമക്കുക, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരാകുക. So last week we talked about carrying each other's burdens. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുവിൻ. And it is written that this way you will fulfill the law of Christ. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തന്നേച്ചു പോകുന്നെന്ന് കർത്താവ് പറഞ്ഞു. And Jesus said, I'm giving you a new law. എന്താണ് പുതിയ കൽപ്പനയായിട്ട് കർത്താവ് പറഞ്ഞത്? So what is that new commandment? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. That you must love each other. അപ്പോൾ ഇവിടെ പറയുന്നതും സെയിം തിങ്. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് തമ്മിൽ സ്നേഹിക്കുക, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ ഇടയാവുക. So here also he is saying the same thing in context, that you love each other and carry each other's burdens. അതിനെ ഗോൾഡൻ റൂൾ എന്നാ പറയുന്നത് ക്രിസ്ത്യാനിറ്റി. So in Christianity it is called the golden rule. അപ്പം ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് തമ്മിൽ സ്നേഹിക്കുന്നതും അന്യോന്യം ഭാരങ്ങളെ ചുമക്കുന്നതുമാണ്. So the law or the commandment of the Lord is that you carry each other's burdens and loving each other. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു എങ്ങനെയുള്ള ആളുകളുടെ ഭാരങ്ങളെയാണ് നമ്മൾ ചുമക്കേണ്ടത്. We saw last week who are the type of people that we must carry their burden. നമ്മെ പോലെ ഈ അനുഗ്രഹങ്ങൾ, കൃപകൾ, അവസരങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവർ. Those people who do not have received the opportunity or the blessing like we have received. ക്രിസ്തുവിൽ നമ്മെ പോലുള്ള അനുഭവങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്തവർ. Those who have not experienced or have the experience we have in Christ. വല്ല തെറ്റുകളിലും അകപ്പെട്ടു പോയവർ. Those who have fallen in some kind of mistakes. നാലാമത് കഷ്ടങ്ങളിൽ
പ്രയാസങ്ങളിൽ കൂടെ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നവർ. And the fourth category is those who are going through difficulties and pain in their lives. അവരുടെ എല്ലാം ഭാരം ചുമക്കാൻ ദൈവം നമ്മെക്കുറിച്ച് താല്പര്യപ്പെടുന്നുണ്ട്. So God desires for us to carry the burdens of all these groups. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഒരാളിന്റെ തോളിന് ഷോൾഡറിന് എല്ലാ ഭാരങ്ങളും കൂടെ വഹിക്കാൻ പറ്റത്തില്ല. So just like I reminded you, one person's shoulder cannot carry everybody's weight. അല്ലെങ്കിൽ എൻ്റെ തന്നെ എല്ലാ ഭാരങ്ങളും എൻ്റെ ചുമലിൽ താങ്ങുവാൻ കഴിയുകയില്ല. Neither do I alone can carry all my burdens. അതിനെ താങ്ങുവാൻ അനേക ചുമലുകൾ ലഭിക്കുമ്പോൾ അത് വളരെ ലൈറ്റായിട്ട് തീരുകയായി. So when we have other shoulders to carry each other's burdens, our burdens become light. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച ഒരു ഉദാഹരണം എന്നെ വളരെ ടച്ച് ചെയ്തു. I have read this example this last week and it really touched me. അത് രത്തൻ ടാറ്റയെ കുറിച്ച്, ഇന്ത്യയിലെ ബില്യണർ ഇൻഡസ്ട്രിയലിസ്റ്റ് വ്യവസായിയായ. It was about Ratan Tata, the industrialist that all of us know in India. അദ്ദേഹം ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ റേഡിയോയിലെ പ്രസന്റേഷന് വേണ്ടി നടത്തുകയായിരുന്നു. And so he was conducting an interview through a telephone. ഇന്റർവ്യൂ ചെയ്യുന്നയാള് രത്തൻ ടാറ്റയോട് ചോദിച്ചു, The person who was interviewing asked Ratan Tata, സർ, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയം എന്ന് പറയുന്നത് ഏതായിരുന്നു? So this man asked, what was the most joyful time in your life? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തില് 4 വിധത്തിലുള്ള സ്റ്റേജസിൽ കൂടെ സന്തോഷങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. So Tata responded that I have gone through 4 different stages of joy in my life. അവസാനം ഞാൻ എന്തിലാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്തുവാൻ പറ്റുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. So I recognize where I was able to find happiness at the end. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസ്, സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ആർജിച്ച് അതിനെ ചരതിച്ചു വെക്കുക എന്നുള്ളതായിരുന്നു. So the first stage was accumulating all the wealth and all the material things. വലിയ ആഗ്രഹത്തോടെ അതെല്ലാം ഞാൻ ചെയ്തു, പക്ഷേ ഞാൻ കണ്ടെത്തി അതെനിക്ക് സന്തോഷം തന്നില്ല. With great happiness I accumulated a lot of wealth, but I did not find happiness in that. രണ്ടാമത് ഞാൻ വളരെ വാല്യുബിൾസ് എല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി. വലിയ സാധനങ്ങൾ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി. The second thing I carried or I collected a lot of valuables. ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം അതും എനിക്ക് മനസ്സിലായി, ഇതും വേണ്ട സന്തോഷം എനിക്ക് തരുന്നില്ല. So even after I gone through that process, it reminded me that I was not able to find happiness. മൂന്നാമത് വലിയ പ്രോജക്റ്റുകൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. And the third thing, I was able to do a lot of big projects. ആ സമയത്ത് തന്നെ ഇന്ത്യയിലെ ഡീസൽ സപ്ലൈയുടെ 95% ഞാൻ കൈയാളുന്നുണ്ടായിരുന്നു. So Tata was handling 95% of the supply of diesel in India at that time. ഇന്ത്യയിലും ഏഷ്യയിലുള്ള ഏറ്റവും ലാർജസ്റ്റ് സ്റ്റീൽ ഫാക്ടറി ഞാനാണ് അതിന്റെ ഉടമസ്ഥനായത്. And I was owned the largest steel factory in India, even in Asia. അവിടെയും എനിക്ക് സന്തോഷം കിട്ടിയില്ല. Even there I was not able to find happiness. നാലാമത്തെ സ്റ്റേജ് ഒരു സ്നേഹിതൻ എന്നെ ഉപദേശിച്ചു. And the fourth stage, a friend of mine he reminded me, അംഗപരിമിതിയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീൽ ചെയർ മേടിച്ച് നൽകാമോ എന്നോട് റിക്വസ്റ്റ് ചെയ്തു. So my friend requested that I buy some wheelchairs for these children who are disabled. 200 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീൽ ചെയർ മേടിക്കാൻ ആവശ്യപ്പെട്ടത്. So he asked me to buy wheelchair for 200 children. എൻ്റെ സ്നേഹിതൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ 200 വീൽ ചെയർ മേടിച്ചു കൊടുത്തു. So just like my friend reminded me or requested, I bought 200 wheelchairs. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇൻസിസ്റ്റ് ചെയ്തു ഞാൻ കൂടെ അത് വിതരണം ചെയ്യാനായിട്ട് ചെല്ലണം. So my friend insisted that I go along with him to distribute these wheelchairs. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ചെന്ന് ഈ വീൽ ചെയർ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഞാൻ അവർക്ക് വിതരണം ചെയ്തു. 200 വീൽ ചെയർസ്. So I went along with them and I was able to physically be present while these wheelchairs were distributed. വീൽ ചെയർ കിട്ടിയ കുഞ്ഞുങ്ങളുടെ എല്ലാം മുഖത്ത് വലിയൊരു സന്തോഷത്തിന്റെ തിളക്കം ഞാൻ കണ്ടു. I saw this great joy on the face of these children who received these wheelchairs. അവർ അതിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. I saw them moving around and swirling around in their wheelchairs. ഒരു പാർക്കിൽ പിക്നിക്കിന് ചെന്നതുപോലെയുള്ള ഒരു പ്രതീതി അവിടെ ഉണ്ടായി. There was a atmosphere of being in a park and at a picnic. അപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം എൻ്റെ
എൻ്റെ ഉള്ളിലുണ്ട്. Somehow I really started having this happiness in my life. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരാൻ തുടങ്ങുകയാണ്. And as I was leaving that place, അപ്പോൾ ഒരു കുഞ്ഞ് എൻ്റെ കാലിൽ കയറി പിടിച്ചു. so one of the little child held my legs. ഞാൻ പതിയെ അവൻ്റെ കരം വിടുവിച്ച് അവിടെ നിന്ന് പോരാൻ ശ്രമിച്ചു. I tried to relieve his hand and wanted to come leave from there. എന്നാൽ അവൻ പിന്നെയും ടൈറ്റായിട്ട് വളരെ ശക്തമായിട്ട് എൻ്റെ കാലെ മുറുക്കെ പിടിച്ചു. So this child held my legs very tightly. അപ്പം ഞാൻ കുനിഞ്ഞ് അവനോട് വളരെ പതിയെ നേർത്ത ശബ്ദത്തിൽ ചോദിച്ചു. So in a very feeble voice I asked him, കുഞ്ഞെ, നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? dear child, do you need anything else? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ കുഞ്ഞ് നൽകിയ, ആ പൈതൽ നൽകിയ ആൻസർ എന്നെ പിടിച്ചു കുലുക്കി. And the response this child gave me really shook me up. അവൻ ഇങ്ങനെയാ പറഞ്ഞത്, And this is what the child responded. എനിക്ക് അങ്ങയുടെ മുഖം ഓർത്തു വയ്ക്കണം. And I want to have your face in my mind. സ്വർഗത്തിൽ താങ്കളെ ഞാൻ കാണുമ്പോൾ When I see you in heaven, എനിക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയണം. and I want to say one more thank you to you one more time. കർത്താവ് തന്നെ പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. And Jesus himself said, make yourself friends with the wealth that we have in this world. അത് ഇല്ലാതെയായ ശേഷം അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ ചേർത്തുകൊള്ളുവാനിടയാകും. And after that is all gone, that you will come to your eternal home. അപ്പം നമ്മൾ ഈ അന്യോന്യം ഭാരങ്ങൾ ചുമക്കുന്നതും മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുന്നതും സപ്പോർട്ടായി തീരുന്നതും ഒക്കെയാണ് നിലനിൽക്കാൻ പോകുന്നത്. So the only thing that will last or they will be sustained is that we carrying each other's burdens and loving each other. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു എന്ന് പറയുന്നത് നമ്മളിവിടെ നേടിയതോ നമ്മൾ അധ്വാനിച്ചതോ ഉണ്ടാക്കിയതോ നമ്മുടെ സാധന സാമഗ്രികളോ ഒന്നുമല്ല. And so those what the acts you have done will follow you. This is not talking about the wealth or the things we have accumulated here. ആ കുഞ്ഞിന് എങ്ങനെയാ ദർശനം കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how this child had this revelation. അവൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ മുഖം ഓർത്തു വയ്ക്കണം. He said, I want to remember this face. എനിക്ക് സ്വർഗത്തിൽ കാണുമ്പോൾ ഈ മുഖം ഓർത്ത് ഒന്നുകൂടെ താങ്ക്സ് പറയണം. And I want to see, when I see this face in heaven, I want to say thank you one more time. നമ്മളൊക്കെ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? So why do we live for? What purpose do we live for? വെറും സ്വകാര്യ ലാഭത്തിന് വേണ്ടി. Many times we live for our own selfish വെറും reasons. സ്വാർത്ഥമായിട്ടുള്ള ചിന്തകൾക്ക് വേണ്ടി. Only for our selfish thoughts and reasons. നമ്മുടെ എത്ര പേരുടെ ഉള്ളില് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ, സേവിക്കാൻ, അവരുടെ ആവശ്യങ്ങളെ സഹായമായി തീരാനുള്ള ഒരുക്കമുണ്ട്? How many of you truly have a desire to have a thought daily for helping others, to be there for others? തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവീൻ എന്നുള്ളത് ആഹ്വാനമാണ് ദൈവത്തിന്റെ വചനത്തിൽ. So this is the word of God calling us to carry each other's burdens. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. Let us come to the next phase. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഷെഡ് ചെയ്ത് കളയേണ്ട ഭാരങ്ങളെ, നമ്മൾ നീക്കി കളയേണ്ട, വിട്ട് കളയേണ്ട ചില ഭാരങ്ങളുണ്ട്. Second thing is there are some burdens that we need to get rid of. മറ്റുള്ളവരുടെ ഭാരങ്ങൾ കണ്ട് നമ്മൾ തമ്മിൽ അത് ചുമക്കുവാൻ ഒരുങ്ങണം. We must be willing and ready to carry each other's burdens. എന്നാൽ ചില ഭാരങ്ങൾ നമ്മൾ തന്നെ വിട്ടുകളയണം. But that there are some burdens we need to eliminate or get rid of. നിങ്ങൾ ഇവിടെ ഉണ്ടോ? Are you here? വിട്ടുകളയേണ്ട ചില ഭാരങ്ങൾ വിട്ടുകളയാൻ പറ്റാതെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. Some of you are carrying the burden that you need to get rid of, and you have brought that here. പണ്ടേ വിട്ടുകളയേണ്ടതായിരുന്നു. These burdens that you should have got rid of long time ago. പക്ഷേ അന്നും ഇന്നും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുക. But we are still carrying that burden even then and even today. അത് നമ്മുടെ ഓട്ടത്തിന് വലിയ തടസ്സമാണ്. And that really is an obstacle for our race. നമുക്ക് മുന്നോട്ട് പോകാൻ പലപ്പോഴും കഴിയാതെ വരുന്നത് അതുകൊണ്ടാണ്. That's why it has become a stumbling block for us, that we are not able to advance. വിശ്വാസിയായ ഒരു സഹോദരി പലപ്പോഴും വിചാരിച്ചു, എൻ്റെ ഈ ഭാരങ്ങൾ വല്ലാത്ത ഭാരങ്ങളാണ്. There was a sister who was a believer who said, I have this heavy burden that I'm carrying. നിങ്ങളുടെ ആരുടെയും കാര്യമല്ല. I'm not talking about any of you. ഒരു സഹോദരി എവിടെയോ കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. This is a dream this sister had somewhere.
അപ്പം അവർ വിചാരിച്ചു എൻ്റെ ഭാരങ്ങൾ പോലെ വേറെ ആർക്കും ഭാരമില്ല. So this sister said, nobody has as much burdens as I carry. ഇത്രയും വെയിറ്റ് ഉള്ള ബർഡൻ ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. And, God has never given this such a heavy burden to anybody else. അപ്പൊ ആ സഹോദരി ഒരു ഡ്രീം കണ്ടു, ഒരു സ്വപ്നം കണ്ടു. So this woman saw a dream. അവര് കണ്ടത് പിശാച് ഇങ്ങനെ ഒരുപാട് ഭാരങ്ങൾ കൊണ്ട് ഒരു ക്രൗഡഡ് പ്ലേസിൽ ഇങ്ങനെ ഇട്ടേച്ച് പോവുകയാണ്. And so she saw a dream that the Satan had dropped off a lot of burdens in a crowded place. ഒത്തിരി ബണ്ടിൽസ് കൊണ്ടുവന്ന് പിശാച് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഇട്ടേച്ച് പോവുകയാണ്. So the Satan has dropped off all these bundles with burdens. ആളുകൾ ഇത് ഇങ്ങനെ പെറുക്കി എടുത്തോണ്ട് So പോവുകയാണ്. people are picking up these burdens and carrying with ഈ them. സഹോദരിയും അതിൽ ചെറുത് എടുത്തോണ്ട് ഇങ്ങനെ പോയി. So this woman also picked up some of those burdens. അതിങ്ങനെ കുറച്ച് കൊണ്ടുപോകുമ്പോഴാണ് കർത്താവ് ഇങ്ങോട്ട് നടന്നു വരുന്നത്. So as she was carrying some of this, Jesus was walking across from അപ്പൊ her. ഈ സഹോദരി കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നോക്കിക്കേ, ഈ ഭാരങ്ങൾ ഭയങ്കര എനിക്ക് ചുമക്കാൻ മേല. So this woman said to Jesus, look Jesus, I am carrying these heavy burdens, I'm not able to. അതുകൊണ്ട് നീ എനിക്ക് എന്നെ സഹായിക്കണം. You must help me, Jesus. ഇതിനെ ഒന്ന് ചുമക്കാനായിട്ട് നീ എനിക്ക് വിശേഷാൽ കൃപ നൽകണം. You must give me grace to carry these burdens. അപ്പം കർത്താവ് അവളോട് പറഞ്ഞു, So Jesus said to her, ഈ ഭാരം ചുമക്കാൻ എനിക്ക് പറ്റത്തില്ല. He said, I am not able to carry that burden. അതിന് കൃപ തരാനും പറ്റത്തില്ല. I cannot also give you the grace to carry that ഇത് burden. ഡെവിൾസ് ബണ്ടിൽസ് ആ. ഇത് പിശാചിന്റെ കെട്ടും കൊണ്ടാണ് നീ നടക്കുന്നത്. ഇത് നീ ആകെ ചെയ്യേണ്ടത് ഇതിനെ വിട്ടുകളഞ്ഞ് ഞാൻ നിനക്ക് തരുന്ന ഭാരങ്ങൾ എടുക്കാനായിട്ട് നീ ഒരുങ്ങണം. All you have to be is willing to get rid of the devil's bundles and the burdens that I'm going to give you if you're willing to carry നമ്മൾ them. പലപ്പോഴും ഈ ഡെവിളിന്റെ ബണ്ടിൽസുമായിട്ട് ഇങ്ങനെ നടക്കുക. Many times we carry the burdens of Satan given us. ചുമക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുള്ള ഭാരങ്ങളും ചുമന്നുകൊണ്ട് നമ്മൾ നടക്കുക. We are often carrying the burdens that God has told us not to carry. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഭാരം വഹിക്കാൻ നമുക്ക് പറ്റാതിരിക്കുക. So because of that we are not able to carry the burdens God has given us. ദൈവരാജ്യത്തിന് വേണ്ടി ഭാരങ്ങൾ വഹിക്കുവാൻ നമുക്ക് പറ്റുന്നില്ല. You are not able to carry the burdens of the kingdom of God. സുവിശേഷത്തിന്റെ പങ്കാളികളാകാൻ നമുക്ക് പറ്റുന്നില്ല. You are not able to be partners in the gospel. സഭയിൽ ഉപയോഗിക്കപ്പെടുവാൻ നമുക്ക് പറ്റുന്നില്ല. You are not able to be used in the church the way God wants you to. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പറ്റുന്നില്ല. You are not being able to be a blessing to others. കാരണം നമ്മൾ ഈ ഡെവിളിന്റെ ബണ്ടിൽസുമായിട്ട് ഇങ്ങനെ നടക്കുക. Because we carry all these bundles and the burdens that devil has given us. ഇന്ന് നമ്മൾ ഡെവിളിന്റെ ബണ്ടിൽസുമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? Any of you carrying the burdens Satan has given you? ആരും കൈപൊക്കിയല്ലെന്ന് എനിക്കറിയാം. I know you will not raise your hands. പക്ഷെ നമ്മൾ എല്ലാവരും ഒരുപക്ഷെ ചുമക്കുന്നുണ്ട്. But many of us knowingly or unknowingly carrying those burdens. വേണ്ട ഭാരങ്ങൾ അല്ല നമ്മൾ ചുമക്കുന്നത്. We are not carrying the burdens that we ought to. വേണ്ടാത്ത ഭാരങ്ങളാണ് നമ്മൾ But ചുമക്കുന്നത്. we often carry the burdens that we ought not. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. Let us look at our own lives. എങ്ങനെയുള്ള ഭാരങ്ങളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്? And what kind of the burdens are you carrying? വിട്ട് കളയണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന ചില ഭാരങ്ങളുണ്ട്. There are some burdens that the word of God admonishes us to leave. ആ ഡെവിൾസ് ബണ്ടിൽസുമായിട്ട് ഇവിടുന്ന് ആരും ഇറങ്ങി പോകരുത്. I admonish you that you do not leave this place with those അത് burdens. വിട്ട് കളഞ്ഞിട്ട് പോകുവാൻ You നമുക്ക് must കഴിയും. get rid of those things. ഒന്നാമത്തെ അങ്ങനെയുള്ള ഭാരം, That is the first type of burden. ബർഡൻ ഓഫ് സിൻ, നമ്മുടെ പാപത്തിന്റെ ഭാരം. The burden of our sin. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, Hebrews 12 verse 1 we read, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Therefore, since we are surrounded by such a great cloud of witness, let us throw off everything that hinders and the sin that so easily entangles, and let us run with perseverance the race marked out for അപ്പോൾ us. ഡെവിളിന്റെ ബണ്ടിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്നറിയാമോ? Do you know one of the significant or important part of the devil's bundles? വിട്ടുകളയാത്ത പാപം. There are things that we do not get rid of or entangles us. മുറുകെ പറ്റുന്ന പാപം. These are the sins that entangles us. സകല ഭാരവും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുക. In every burden we carrying along. അത് നമ്മളെ ഇങ്ങനെ കുരുക്കി നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുക. And it is really tied us up and entangled us in a bundle. ഇന്ന് രാവിലെ അങ്ങനെയുള്ള ഭാരങ്ങളുമായിട്ട് നമ്മൾ ആരെങ്കിലും If ആയിരിക്കുന്നുണ്ടോ? any of you sitting here this morning with those burdens, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയാനാ ദൈവത്തിന്റെ വചനം so the പറയുന്നത്. word of God is really speaking to us to get rid of നമ്മൾ those. സ്ഥിരതയോടെ ഓടണമെങ്കിൽ അങ്ങനെയുള്ള ഭാരങ്ങൾ വിട്ടുകളയണം. So if you want to run a steady race, you must get rid of those burdens. You know,
ഈ അൺകൺഫസ്ഡ് ആയിട്ടുള്ള സിൻസിന് ഏറ്റുപറയാത്ത പാപങ്ങൾക്ക് ഒരു വലിയ ഭാരമുണ്ട്. There is a heavy burden for unconfessed sins. അത് നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്നതാണ്. And that really takes away our joy. പലർക്കും ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷമില്ലാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത And പാപങ്ങൾ. that is the reason why many have the joy of the salvation or in the Christian life, because they don't get rid of that നിങ്ങൾ burden. എന്നോട് എഗ്രി ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know if you're going to agree with us. പലപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. Many times we are not able to find joy. ദൈവസന്നിധിയിൽ വേണ്ടതുപോലെ ആരാധിക്കാൻ പറ്റുന്നില്ല. We are not able to worship in the presence of God. മറ്റുള്ളവരെ സ്നേഹിപ്പാനും സ്നേഹത്തോടെ വർത്തിക്കുവാനും നമുക്ക് We are കഴിയുന്നില്ല. not able to love others or conduct ourselves in a loving way. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്ത ഉപേക്ഷിച്ചു കളയാത്ത വലിയ പാപങ്ങൾ ഇപ്പോഴും ഉണ്ട്. Because we carry sins that we have not confessed. ഞാനൊരു വിശുദ്ധൻ ഇവിടെ നിന്നുകൊണ്ട് ഇരിക്കുന്ന നിങ്ങളെല്ലാം അശുദ്ധരെന്നല്ല പറയുന്നത്. Don't think that I am a holy person speaking to you. You are unholy. ബട്ട് ഏറ്റുപറയാത്ത ഏത് പാപവും നമുക്ക് മേൽ ഭാരമായി തീരുകയാണ്. But any burden that you have not confessed or any sin you have not confessed will become a മുറുകെ burden. പറ്റുന്ന പാപങ്ങൾ ഡെവിളിന്റെ ബണ്ടിൽസ് ആണെന്ന് തിരിച്ചറിഞ്ഞോണം. You must recognize the sin that entangles us is a burden of Satan. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ വലിയൊരു പ്രയാസമാണ്. And it is a difficult thing if you don't recognize that. അത് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. And it will prevent us from moving forward in our Christian walk. നിങ്ങൾ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഷൂസിനകത്ത് കുഞ്ഞ് ചരല് കല്ല് കയറിയാൽ എങ്ങനെ ഇരിക്കും? If you run and walk and you have a sand in your shoe or a piece of rock in your shoe, you know how it feels? ഒരു ചെറിയ മണലിന്റെ തരിയ. It could be a small piece of sand. അതുകൊണ്ട് നിങ്ങളുടെ ഓട്ടം നിന്നു പോവുകയല്ല. Now because of that you will not stop എന്നാലും running. അതിങ്ങനെ ഒരു ഇറിറ്റന്റ് ആയിട്ട് ഇങ്ങനെ കാലിന്റെ അടിയിൽ അതൊന്ന് നീക്കണമെന്ന് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. But constantly in the back of your mind that you will be thinking that is an irritant I need to get rid of. എന്ന് പറയുന്ന പോലെയാണ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങൾ. And just like the way it is unconfessed sin. നമ്മുടെ സകല സന്തോഷവും കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. And it is really taking or snuffing out all the joy നമുക്ക് that we want. ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുകയാണ്. And it is preventing us from moving forward in our spiritual walk with the ഇന്ന് Lord. രാവിലെ അത് തിരിച്ചറിയാൻ പറ്റുമോ നമുക്ക്? Are you able to recognize and identify that this morning? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങൾ. And there are many unconfessed sins that we all carry. ഒരുപക്ഷെ നമ്മുടെ ലോക സ്നേഹമായിരിക്കാം. It must be a love of the world. ഒരുപക്ഷെ നമ്മുടെ ജഡീകമായ ഇച്ഛകളായിരിക്കാം. It may be a carnal desires. ഒരുപക്ഷെ നമ്മുടെ അധാർമികമായിട്ടുള്ള മൂല്യങ്ങളുടെ പുറകെയുള്ള ഓട്ടമായിരിക്കാം. It may be our running after the sinful or the unrighteous things. ഒരുപക്ഷെ നമ്മുടെ ദ്രവ്യാഗ്രഹമായിരിക്കാം. It could be the greed or the money, love of money. ഒരുപക്ഷെ സ്ഥാനത്തിന് വേണ്ടി പൊസിഷന് വേണ്ടിയുള്ള It ആഗ്രഹങ്ങളായിരിക്കാം. might be your desire for positions of power. ഒരുപക്ഷെ അച്ചടക്കമില്ലാത്ത ജീവിതമായിരിക്കാം. It may be an undisciplined life. ഒരുപക്ഷെ കുടുംബ ജീവിതത്തിന് പ്രാധാന്യം നൽകാതെ It may ഇരിക്കുന്നതായിരിക്കാം. be not giving priority to your family life. ഏതായാലും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട പാപങ്ങൾ ഉപേക്ഷിക്കുന്നത് വരെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ വളരുവാനോ മുന്നോട്ട് പോകുവാനോ കഴിയില്ല. Unless and until you confess all these things that entangles us, you cannot make advances in your spiritual അപ്പോൾ life. എന്തുവാ അതിനുള്ള ക്യൂർ എന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത്? So what is the cure? What is the solution for that? ദൈവത്തിന്റെ വചനം പറയുന്നു, സദൃശവാക്യങ്ങൾ 28 അധ്യായത്തിന്റെ 13 വാക്യം. And in Proverbs chapter 28 verse 13 it says, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. those who hide their sins that they will never prosper, but those who confess and get rid of it, they will have mercy. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ബണ്ടിൽസ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാനാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, If you are trying to continue with those burdens, ഞാൻ പറയുന്നതല്ല, ദൈവത്തിന്റെ വചനം പറയുകയാണ്. I'm not saying, the word of God is saying, ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. those who hide their sins or those who hide their wrongdoings will never prosper. കരുണ ലഭിക്കണമെങ്കിൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. If you want to receive mercy, you would confess and get rid of those things. ഹല്ലേലൂയ. Amen. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. The word of God is very clear about നമുക്ക് that. പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. If you സത്യം say- നമ്മിൽ ഇല്ലാതെയായി. If you say that you have no sin, you are cheating yourself. There is no truth in you. എന്നാൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ, But if you confess your sins, അവൻ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ
തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. He is a faithful and righteous God, that he will remove all our unrighteousness, and he will do that when we confess. ഇന്ന് രാവിലെ നമ്മൾ ഏറ്റുപറയാൻ ഒരുങ്ങുന്നെങ്കിൽ, If you are willing and ready to confess this morning, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം മതിയായവനാണ്. and God is able to remove all unrighteousness from us and clean us, ഈ ഡെവിൾ തന്നിട്ടുള്ള ബണ്ടിൽസ് എല്ലാം ഇട്ടേച്ച് നമ്മൾ പോകും. and we will get rid of all the bundles devil has given us. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകത്തില്ല. We will not take it back home, അത് കർത്താവിന്റെ ക്രൂസിന്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകണം. and we will leave all that at the foot of the cross. 32 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. And all of us know Psalm 32. അവിടെ പറയുന്ന ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. And those who are blessed, those sins are forgiven. മൂന്നാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. And the third verse is very significant. ഞാൻ ഈ ലംഘനം ക്ഷമിക്കാനായിട്ട് പാപം ഏറ്റുപറയാതെ ജീവിച്ച ഒരു സമയമുണ്ടെന്ന സങ്കീർത്തനക്കാരൻ The പറയുന്നു. psalmist is saying there was a time that I lived like that. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. When I kept silent, my bones wasted away. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. For day and night your hand was heavy upon me. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. My strength was sapped as in the heat of the summer. ഒരുപാട് പേര് അനുഭവിക്കുന്ന ഇതാ. And many people are affected by this sickness. നിത്യമായ ഞരക്കം മാത്രം A ജീവിതത്തിൽ, constant groaning in their life. അസ്ഥികൾ ക്ഷയിക്കുന്നത് പോലുള്ള And തോന്നൽ. the bones are being wasted or മറ്റൊന്നുമല്ല disintegrated. കാരണം. There is no other reason other than that. കാരണം എന്റെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയില്ല. Because my sins are not forgiven, and my and I am living in sin. എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നില്ല. I am not confessing my own sin. അപ്പോൾ നമുക്ക് തന്നെ തോന്നുക ദൈവത്തിന്റെ കൈ നമ്മുടെ മേൽ ഭാരമായിരിക്കുന്നു. So we ourselves feel like the hand of the Lord is heavy നമ്മുടെ upon us. ഉള്ളിലെ മജ്ജയൊക്കെ വറ്റിപ്പോകുന്നത് പോലെ, വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നതുപോലെ എന്റെ മജ്ജയൊക്കെ വറ്റിപ്പോകുന്നെന്ന് തോന്നുക. All our strength are being squeezed out or sapped out of us. സങ്കീർത്തനക്കാരൻ പറയും, അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. The psalmist says, I acknowledge one thing. എന്റെ പാപം നിന്നോട് ഞാൻ അറിയിച്ചു. I shared my sins with you. എന്റെ അകൃത്യം മറച്ചതുമില്ല. I did not hide my transgression. എന്റെ ലംഘനങ്ങളെ ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. I said, I will confess my transgressions to the അപ്പോൾ Lord. നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. And then you forgave the guilt of my sin. ഉള്ളിൽ ഞരക്കവുമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടോ? There's many who walking around with a lot of groaning. വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നപോലെ മജ്ജയെല്ലാം ഇങ്ങനെ വറ്റി വറ്റി പോകുന്ന അനുഭവം. There is an experience of no strength and everything is sapped out ഒരു of you. ഡ്രെയിനിങ് സ്പിരിറ്റ് നമ്മളിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാന്നുള്ള തോന്നല്. Feel like everything is being drained out of you. നിങ്ങളെ കുറ്റക്കാരെന്ന് പറയാനുള്ള ശ്രമമല്ല ഞാൻ I am നടത്തുന്നത്. not making or accusing you this morning. എന്നാൽ ഒരു പക്ഷേ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങൾ നമ്മെ കാർന്ന് തിന്നോണ്ടിരിക്കുക. There may be a sin that is in your life that you have not confessed. അയ്യോ, ഡെവിള് പറഞ്ഞു കൊണ്ടുവച്ചിരിക്കുന്ന ബണ്ടിൽസുമായിട്ട് നമ്മൾ ആരും ജീവിക്കാൻ ഇടയാകരുത്. I pray that none of us live with carrying the bundles given Satan has ഇന്ന് given. രാവിലെ അവയെല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ദിവസമാകട്ടെ. Let this day be a day that you get rid of all those things. കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ അവയെ എറിഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാം. And let us put that and surrender at the foot of the cross. കർത്താവ് ആഗ്രഹിക്കുന്ന ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക്. And let us carry the burdens God wants us to carry. ഹല്ലേലൂയ. Amen. ഞാൻ മുന്നോട്ട് പോകട്ടെ. Another burden that bothers us. മറ്റൊരു ഭാരം നമ്മെ ഇങ്ങനെ അലട്ടുന്നത് പലപ്പോഴും. And there is another burden that often bothers us. ഏകാന്തത എന്ന ഭാരം. A burden of isolation. അത് എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how many of you are going through that. നമ്മൾ കുടുംബത്തിലായിരിക്കും താമസിക്കുന്നത്. You may be living in your own home. ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ കൂടെ കാണും. You may have children and wife and all of സഭയിൽ അനേകരുമായിട്ട് നമുക്ക് നല്ല അടുത്ത ബന്ധവും ഫെലോഷിപ്പും ഉണ്ട്. You may have a close relationship and fellowship with the brothers and sisters. എന്നാലും ഒരു ഫീലിംഗ്, Even then you feel, ഞാൻ തനിയെയാ, I am alone. എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല. There is nobody to take care of me. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നവരില്ല. There is nobody who pays attention to me. ഒരു ലോൺലി ഫീലിംഗ്. I feel very lonely and deprived. സങ്കീർത്തനക്കാരൻ പറഞ്ഞു 142 സങ്കീർത്തനത്തിൽ, In Psalm 142, psalmist says, വലത്തോട്ട് നോക്കി കാണണമേ, you look to the right and see. എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. There is nobody who sees me. ശരണം എനിക്ക് പോയിരിക്കുന്നു. And I cannot depend on anybody. എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. Nobody take care of my own needs. ഇതൊരു വലിയ ഭാരമാണ്.
This is a big burden. ഇവിടെ എത്ര പേർക്ക് അതുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how many of you carrying that burden. ആൾക്കൂട്ടത്തിൽ തനിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? And you have heard this phrase that you're alone in the അതൊരു crowd. സിനിമയുടെ പേരാ അല്ലേ? I don't know if that's the name of a movie. പുസ്തകത്തിന്റെ പേര്. ഓക്കെ, It is a book. ആൾക്കൂട്ടമാ, പക്ഷേ അതിൽ തന്നെ നമുക്ക് തോന്നുന്നത് എന്തുവാ? ഞാൻ തനിയെയാ. You are in the midst of a crowd, but you feel alone. എനിക്ക് ആരുമില്ല, കരുതാൻ There ആരുമില്ല, is nobody to take care of me. സ്നേഹിക്കാൻ ആരുമില്ല. There's nobody to love me. ഒരു ലോൺലി ഫീലിംഗ്. A feeling like you're lonely. സങ്കീർത്തനക്കാരൻ അത് ഫീൽ ചെയ്തു. And the psalmist felt the same. അതുകൊണ്ടാ പറഞ്ഞു വലത്തോട്ട് നോക്കി കാണണമേ. And that's why he said, look to the right and എന്നെ see. അറിയാൻ ആരുമില്ല. There is nowhere to know me. ശരണം എനിക്ക് പോയിരിക്കുന്നു. And there's no help for me. അയ്യോ, എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. Nobody is taking care of my soul. സ്തോത്രം. Hallelujah. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know anybody like that this morning. I felt many times. ഞാൻ അങ്ങനെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. സാധാരണ പറയാറുണ്ട് എ ലീഡർ ഈസ് ഓൾവേസ് എ ലോണർ എന്ന്. പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ലീഡ് ചെയ്യുന്ന ഒരാള് എപ്പോഴും തനിച്ചാണ്. അവരുടെ അടുത്ത് ആരും വരത്തില്ല. And nobody comes to them. സംസാരമൊക്കെ ഉണ്ടെങ്കിൽ മറ്റു ഗ്രൂപ്പുകളൊക്കെ മാറി മാറി നിന്ന് സംസാരിക്കും. And they will talk to other people. ലീഡർഷിപ്പിലുള്ളവരെ എപ്പോഴും തനിയെ വിടും. And anybody in leadership, they are most of the time അവരുടെ alone. കൂടെ നടക്കാനും ഫെലോഷിപ്പിനും വളരെ കുറവാഗ്രഹമാണ്. There were only very few people to fellowship with them. ഇവിടുത്തെ ഒന്നും കാര്യമല്ല. I'm not talking about anybody. പലയിടത്തും അങ്ങനെയാ. Many places it is like. ലീഡർഷിപ്പ് റോളിലുള്ളവരെല്ലാം ലോണേഴ്സ് ആ മോസ്റ്റ്ലി. Many leaders are lonely. അത് അതിന്റെ ഒരു പ്രൈസ് ഓഫ് ദ ലീഡർഷിപ്പ്. And that is a price you have to pay for leadership. അപ്പോൾ ഒരു ലോൺലി ഫീലിംഗ് ഉള്ള ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how many people feel lonely. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. I have experienced that many times. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം. But I know one thing. തനിയെ കർത്താവിന്റെ സന്നിധി സമയം ചെലവഴിക്കുമ്പോൾ, as you spend time in the presence of God alone, ഞാൻ ഏകനാണല്ലോ, ആരും കരുതാനില്ലല്ലോ എന്നെല്ലാം വിചാരിച്ച ആ ചിന്ത കാർന്ന് നിന്ന് ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കാതെ, as you are being eaten by these thoughts of being alone and the solitude, ദൈവവചനവുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, as you spend time in the presence of God in the word of God, കർത്താവിനെ കേൾക്കാനായിട്ട് ചെവി ഇങ്ങനെ കൂർപ്പിച്ചിരിക്കുമ്പോൾ, as you sharpen ear to listen to the word of God, അവനോട് സംസാരിക്കാനായിട്ട് ഹൃദയം പ്രാർത്ഥനയിലൂടെ അവങ്കിലേക്ക് ഉയർത്തുമ്പോൾ, as you are pouring your heart out in prayer to the Lord, എനിക്കറിയാം എനിക്കൊരു നല്ല സ്നേഹിതനുണ്ട്. I know that I have a dear friend. ഒരിക്കലും കൈവിടാത്ത ഒരു He will സ്നേഹിതൻ, never forsake me. എപ്പോഴും എന്റെ കൂടെ He നടക്കുന്ന ഒരു is always സ്നേഹിതൻ. with me. ഞാൻ ഈ കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ വർക്ക് ചെയ്തപ്പോൾ, ICPF വർക്ക് ചെയ്തപ്പം പല ആവർത്തി സംഭവിച്ച ഒരു കാര്യമുണ്ട്. And when I was working among the college students with ICPF, this is something I felt many times. ഞങ്ങള് പ്രെയർ ഗ്രൂപ്പുകളിൽ ഇരിക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു പാട്ടാ. And when I were in prayer groups or in singing, they always request this song. എന്തു നല്ലോർ സഖി യേശു, പാപ ദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. That's a famous song. What a friend we have in Jesus. They often ask us to sing those songs. Because people need that affirmation. അല്ലേ? ആളുകൾക്ക് ആ ഒരു അഫർമേഷന്റെ ആവശ്യമുണ്ട്. People often need, or all of us need, the affirmation that we are loved. ഇന്ന് രാവിലെ ആ ഭാരവുമായിട്ട് എത്ര പേരെ ഇരിക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how many of you are sitting and listening to me this morning with that burden. ഭാരമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം. If you are carrying that burden, I want you to be reminded. യേശുവിനോട് കൂടെയാണെങ്കിൽ നിങ്ങൾ ഏകരല്ല. If you are with Jesus, you are never alone. അവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന്റെ പൈതലെങ്കിൽ നിങ്ങൾ ഏകരല്ല. If you are his child and you know him personally, you are not alone. കുരിരി താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. Even when you walk through the valley of the shadow of death, you will not fear anything. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. Your rod and your staff will comfort me. ഹല്ലേലൂയ. Amen. ഇന്ന് രാവിലെ അതുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ പറയാം. So this morning let us tell ourselves, ഈ യാത്രയിൽ ഞാൻ ഏകനല്ല. in this journey I'm not alone. എന്നോടുകൂടെ എൻ്റെ കർത്താവുണ്ട്. My Jesus is with me. അത് കർത്താവിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഹ്യൂമൻ ഫെലോഷിപ്പ് വേണ്ടെന്നല്ല പറയുന്നത്. I'm not saying you don't need human fellowship because the Lord is with you. എന്നാൽ മനുഷ്യരാ. But people are always people. മനുഷ്യർ ഫെയിൽ ചെയ്യും. People will fail you. എന്നാൽ ഒരിക്കലും ഫെയിൽ ചെയ്യാത്ത ഒരാളെ ഉള്ളൂ. But there is only one that will never fail you. എന്നും കൂടെ നടക്കുന്ന ഒറ്റയാളെ കാണത്തുള്ളൂ. There is only one who will walk along with you always. ഒരിക്കലും കൈവിടാത്ത ഒറ്റയാളെ കാണത്തുള്ളൂ.
there's only one who will never forsake you. മാറാത്ത വാഗ്ദത്തം ചെയ്തവൻ മാത്രം. And he is the one gives you that promise that is unchanging. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറഞ്ഞവൻ മാത്രം. He will be the same today and tomorrow and forever. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. And I will not leave you alone. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Let not your heart be troubled. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. Believe in the Lord and believe also in me. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. I have told you that I will be with you until the end of the നമ്മളെ earth. ഏകരായി വിടാത്തവനായ ഒരു കർത്താവ്. Our God is a God who will never leave us and അതുകൊണ്ട് leave ആ us astray. ഭാരം കൊണ്ട്, ഏകാന്തതയുടെ ഭാരം കൊണ്ട് ആരും പോകരുത്. If any of you feel alone, that you do not leave this place that way. ഹല്ലേലൂയ. Amen. അതിനകത്ത് തന്നെ ഒരു കാര്യം കൂടി ഓർപ്പിച്ച എൻ്റെ വാക്കുകളെ അവസാനം. There is one more thing I want to remind you and close. The burden of needs. There is ഒരു ആവശ്യത്തിന്റെ ഒരു ഭാരം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. And Philippians chapter 4 verse 6. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Do not be anxious about anything. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. But in everything by prayer and petition with thanksgiving present your request to God. Do not be burdened about anything. Do not be anxious about anything. അല്ലേ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Do not be anxious about anything. എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യം. And it is a verse that always gives me joy. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ്. It is in Matthew's gospel. This is the passage Jesus talking to his disciples. നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് ആവശ്യം എന്തെന്ന് അറിയുന്നല്ലോ. If your heavenly Father knows what you need. നമ്മൾ വിചാരിക്കും ദൈവത്തിന് അറിവില്ല. But we often think that God doesn't know. എന്നാൽ സ്വർഗീയ പിതാവിന് നമ്മുടെ ഓരോ മക്കളുടെയും ആവശ്യം അറിയാം. But our heavenly Father knows the need of every child. കരയുന്ന കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ. He is the one giving food to the birds that's crying. വയലിലെ റോസാ പുഷ്പത്തിന് ഭംഗി നൽകുന്നവൻ, അതിനെ ഉടുപ്പിക്കുന്നവൻ. And he is the one clothes the flowers of the lilies of the field. ഒടിയിൽ കിടക്കുന്നവനെ ഉയർത്തുന്നവൻ. And the one who is in the dust, he will lift them up. കുപ്പയിൽ കിടക്കുന്നവരെ വിടുവിക്കുന്നവൻ. And who delivers those who are in the outcast. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവം. Even though he is a great God, but he looks upon the lowly. സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്നവനായി നമ്മുടെ ദൈവത്തെ പോലെ ഒരുവൻ ആരുള്ളൂ? Who is there like our God who lives in the heavens? അവൻ ഉന്നതനെങ്കിലും Even though he is mighty, താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. he will look upon the lowly. ഇത് പഠിച്ചു വരാനോട് ഒത്തിരി നാളെടുത്തു കേട്ടോ. It took me a while to understand that. ഒരുപാട് എക്സ്പീരിയൻസസ് കൂടെ ദൈവം ഇങ്ങനെ കൊണ്ടുപോയി. God has put me through many experiences. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. By one thing I knew. അവൻ എല്ലാറ്റിനും മതിയായവൻ. But he is sufficient for everything that we have. അതുകൊണ്ട് ഞാൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. So I don't need to worry about anything. എൻ്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥനയും അപേക്ഷയും സ്തോത്രത്തോടെ അറിയിച്ചുകൊണ്ടിരുന്നാൽ മതി. All you have to do is let your request be known to him in all your needs. ആവശ്യങ്ങളുടെ ഭാരങ്ങളുമായിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? If any of you sitting here with a need that you have, അത് ഏത് തരത്തിലുള്ള ആവശ്യവുമാകാം. Let it be any kind of need. ഫൈനാൻഷ്യൽ മാത്രമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. It doesn't necessarily need to be financial. അത് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്നതാകാം. Maybe it is related to your health. കുടുംബത്തെ സംബന്ധിക്കുന്നതാകാം. Maybe it is related to your family. കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്നതാകാം. Maybe it is related to your children. ജോലിയുടെ ആവശ്യമാകാം. Maybe it is a need for a job. ഏത് ആവശ്യമാകട്ടെ, regardless of what need you have. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, but the word of God tells us, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. do not worry about anything. എല്ലാറ്റിലും, in everything, പ്രാർത്ഥനയാലും അപേക്ഷയാലും, with the request and prayer, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണം. bring those with prayer to the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. Let us bow our heads for prayer. നമ്മൾ വിട്ടുകളയേണ്ട ഭാരങ്ങൾ ഒന്നും ചുമന്നുകൊണ്ട് നടക്കാൻ ഇടയാകരുത് പ്രിയപ്പെട്ടവരെ. Let us not carry any burden that we need to get rid ഒരു of. സ്വാതന്ത്ര്യത്തോടെ പോകുവാൻ നമുക്ക് ഇടയാകണം. Let us go with the liberty and freedom. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. Let us surrender ourselves in the presence of God. നമുക്ക് പ്രാർത്ഥിക്കാം. Our heavenly Father, thank you for speaking intimately with us, O God. We have heard the need to get rid of the things, the burdens Satan has given us, oh God. Help us, none of us, to carry those burdens, but gladly accept the burdens you want us to carry, because your word says you will give us the grace to carry those burdens, oh God.
Father, thank you, Lord. You know every need that we have, whether spiritual, emotional, physical, financial, whatever those needs are. We bring that to you in prayer this morning, Lord. Amen. Any of you hearing us online or in this sanctuary, Lord, help them to give them relief from that burden, Lord. Amen. Help us to Amen. trust your hands are able Every to one do of us, Lord. abundantly and more exceedingly Hallelujah. than we have thought in our യേശുവിന്റെ hearts, oh നാമത്തിൽ, God. യേശുവിന്റെ In the name of the Father, Son, and the Holy Spirit, these things will be liberated. Give them the freedom that they Amen. need to walk in that freedom, oh God, this morning. Amen. Amen. We thank you, Lord, for all you have done for us. In Jesus Christ, the Lord's precious name, we pray. Amen. Amen. Thank you.